നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് +1 അക്കൗണ്ടൻസിയിലെ സെക്കൻഡ് ചാപ്റ്റർ തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഈ ഒരു ചാപ്റ്ററിൽ കുറച്ച് തിയറീസിനെ കുറിച്ചിട്ടാണ് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പൊ ഈ പാഠഭാഗത്തില് ആദ്യം വരുന്നത് ഗ്യാപ്പിനെ കുറിച്ചിട്ടാണ്. എന്താണ് ഗ്യാപ്പ് എന്ന് ആദ്യം നോക്കാം. ഗ്യാപ്പിന്റെ പൂർണ്ണ രൂപം ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് എന്നാണ്. അതായത് എല്ലാ ബിസിനസ് ഓർഗനൈസേഷൻസും കുറെ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ടാവും അല്ലെ. എല്ലാ ബിസിനസ് ഓർഗനൈസേഷൻസിലും കുറെ ട്രാൻസാക്ഷൻസ് ഉണ്ടാവാം. ആ ട്രാൻസാക്ഷൻസിനെ അവര് കൃത്യമായി റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ എല്ലാ ഓർഗനൈസേഷൻസും വേറെ വേറെ രീതിയിൽ അല്ലെങ്കിൽ വേറെ വേറെ പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ചിട്ട് റെക്കോർഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു യൂണിഫോമിറ്റി ഉണ്ടായിരിക്കില്ല. അപ്പോ എല്ലാ ബിസിനസ് ഓർഗനൈസേഷൻസും റെക്കോർഡ് ചെയ്യണ ട്രാൻസാക്ഷൻസിൽ യൂണിഫോമിറ്റി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ആണ് ഗ്യാപ്പ് എന്ന് പറയുന്നത്. അതായത് സിമ്പിളായി പറയുകയാണെങ്കിൽ ഗ്യാപ്പ് എന്ന് പറഞ്ഞാല് കുറച്ച് റൂൾസിനെയും ഗൈഡ് ലൈൻസിനെയാണ് നമ്മൾ ഗ്യാപ്പ് എന്ന് പറയുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ അതിന്റെ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എല്ലാ ബിസിനസ് ഓർഗനൈസേഷന്റെയും അക്കൗണ്ടില് യൂണിഫോമിറ്റി അല്ലെങ്കിൽ ഒരുമ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്യാപ്പിനെ ഉപയോഗിക്കുന്നത്. അടുത്തത് പറയാൻ പോകുന്നത് കുറച്ച് കോൺസെപ്റ്റ്സിനെ കുറിച്ചിട്ടാണ്. അതായത് ഒരു ഓർഗനൈസേഷൻ അതിന്റെ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കോൺസെപ്റ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ കോൺസെപ്റ്റ് ആണ് ബിസിനസ് എൻറ്റിറ്റി എന്ന് പറയുന്നത്. അതായത് ബിസിനസ് എൻറ്റിറ്റി എന്ന് പറയുന്നതിൽ ഒരു ബിസിനസ്സും അതിന്റെ ഓണറും രണ്ട് സെപ്പറേറ്റ് എൻറ്റിറ്റീസ് ആണെന്നാണ് പറയുന്നത്. ആദ്യത്തെ തിയറി അല്ലെങ്കിൽ ആദ്യത്തെ കോൺസെപ്റ്റ് ആണ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഈ കോൺസെപ്റ്റില് പറയുന്നത് ബിസിനസ്സും അതിന്റെ ഓണറും രണ്ട് എൻറ്റിറ്റീസ് ആണെന്നാണ് പറയുന്നത്. ഇപ്പൊ ഓണർക്ക് വരുന്ന പേഴ്സണൽ ആയിട്ട് വരുന്ന എക്സ്പെൻസ് ഒന്നും ബിസിനസിനെ ബാധിക്കുന്ന കാര്യമല്ല. അപ്പൊ ബിസിനസ്സും ഓണറും രണ്ടാണെന്നാണ് ഈ തിയറിയിൽ പറയുന്നത്. രണ്ടാമത്തെ തിയറിയാണ് മണി മെഷർമെന്റ് എന്ന് പറയുന്നത്. അതായത് ഒരു ബിസിനസ്സില് നമ്മൾ കുറെ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാറുണ്ട്. ആ ട്രാൻസാക്ഷൻസിന്റെ നേച്ചർ എന്ന് പറയുന്നത് മണി ബേസ്ഡ് ആയിരിക്കും. അല്ലെങ്കിൽ മണിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതോ അല്ലെങ്കിൽ മണിയുടെ വാല്യൂ തരുന്ന ട്രാൻസാക്ഷൻസ് മാത്രമേ ഒരു ബിസിനസ്സിൽ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് മാത്രമേ നമ്മൾ എഴുതി വെക്കാനായിട്ട് പാടുള്ളൂ. അതാണ് ആ ഒരു കോൺസെപ്റ്റിൽ പറയുന്നത്. ഇനി മൂന്നാമത്തെ കോൺസെപ്റ്റ് ആണ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതില് മെയിൻ ആയിട്ട് പറയുന്നത് ഒരു ബിസിനസ് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഇന്ന് തുടങ്ങിയിട്ട് നാളെ അടച്ചുപൂട്ടാനായിരിക്കില്ല അതൊരിക്കലും സ്റ്റാർട്ട് ചെയ്യണ്ടാവുക. ഇന്ന് തുടങ്ങിയ ബിസിനസ് നാളെ അടച്ചുപൂട്ടാനാണെങ്കിൽ തുടങ്ങേണ്ട ആവശ്യമില്ലല്ലോ. അതായത് ഗോയിങ് കൺസേൺ കൺസെപ്റ്റിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദീർഘകാലത്തേക്ക് വേണ്ടിയിട്ടായിരിക്കും അത് സ്റ്റാർട്ട് ചെയ്യണ്ടാവുക. ലോങ് ടേം ബേസിലേക്കായിരിക്കും അത് സ്റ്റാർട്ട് ചെയ്യണ്ടാവുക. അതാണ് ഈ ഒരു കോൺസെപ്റ്റില് മെയിൻ ആയിട്ട് പറയുന്നത്. അടുത്ത കോൺസെപ്റ്റ് ആണ് അക്കൗണ്ടിംഗ് പീരീഡ് എന്ന് പറയുന്നത്. അതായത് ഈ കോൺസെപ്റ്റിൽ ഇത്രേ പറയുന്നുള്ളൂ. നമ്മള് ബിസിനസ്സിലെ കുറെ ട്രാൻസാക്ഷൻസ് ഒക്കെ റെക്കോർഡ് ചെയ്ത് വെക്കാറുണ്ട് അല്ലെ. എന്തിനു വേണ്ടിയിട്ടായിരിക്കും ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ടാവുക? ഒരു പെർട്ടിക്കുലർ പീരീഡില് പ്രോഫിറ്റ് ആണോ ഉണ്ടായേ ലോസ് ആണോ ഉണ്ടായെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാ ട്രാൻസാക്ഷൻസും നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ പീരീഡിനെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കണ്ടെത്തുന്ന ആ ഒരു പെർട്ടിക്കുലർ പീരീഡിനെ അല്ലെങ്കിൽ ആ ഒരു കാലയളവിനെ നമ്മൾ പറയുന്ന പേരാണ് ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്. സാധാരണയായിട്ട് ഫിനാൻഷ്യൽ ഇയർ ആയിട്ട് കണക്കാക്കുന്നത് 1 ഏപ്രിൽ തൊട്ട് 31 മാർച്ച് വരെയാണ്. അല്ല എന്നുണ്ടെങ്കിൽ 1 ജനുവരി തൊട്ട് 31 ഡിസംബർ വരെയാണ് ഫിനാൻഷ്യൽ ഇയർ ആയിട്ട് കണക്കാക്കാറുള്ളത്. അപ്പൊ എന്താണ് ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ അതിന്റെ ട്രാൻസാക്ഷൻസ് ഒക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചതിന് ശേഷം പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കണ്ടെത്തുന്നത് ആ ഒരു ഫിനാൻഷ്യൽ ഇയറിന്റെ എൻഡിങ്ങിലായിരിക്കും. ആ ഒരു വർഷത്തെ കാലയളവിനെയാണ് നമ്മുടെ അക്കൗണ്ടിംഗ് പീരീഡ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് വരുന്ന കോൺസെപ്റ്റ് ആണ് കോസ്റ്റ് എന്ന് പറയുന്നത്. എന്തായിരിക്കാം ഇവിടെ പറയാനുണ്ടാവുക? അതായത് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ എന്തെങ്കിലും അസറ്റ് വാങ്ങുകയാണെന്ന് വിചാരിക്കൂ, എന്തെങ്കിലും അസറ്റ് പർച്ചേസ് ചെയ്യാന്ന് വിചാരിക്കൂ. ആ അസറ്റ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ പർച്ചേസിംഗ് പ്രൈസ് വരുന്നുണ്ട് അല്ലെ. വാങ്ങണമെങ്കിൽ പൈസ കൊടുക്കണമല്ലോ. ആ ഒരു പ്രൈസ് മാത്രമാണോ നമ്മൾ ബുക്കിൽ റെക്കോർഡ് ചെയ്ത് വെക്കുക? അല്ല, ആ ഒരു നമ്മൾ വാങ്ങിയ മെഷീനറി അല്ലെങ്കിൽ എന്തെങ്കിലും അസറ്റ് ബിസിനസ്സിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ അവിടെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഉണ്ടായിരിക്കാം, ഇൻസ്റ്റോളേഷൻ കോസ്റ്റ് ഉണ്ടായിരിക്കാം. അപ്പൊ പല പൈസകളും അവിടെ വരുന്നുണ്ടായിരിക്കാം അല്ലെ. അപ്പൊ ഇവിടെ പറഞ്ഞത് ഇത്രേ ഉള്ളൂ. ഇപ്പോ 6000 രൂപയ്ക്ക് ഒരു മെഷീനറി വാങ്ങി എന്നുണ്ടെങ്കിൽ ആ 6000 രൂപ മാത്രമല്ല നമ്മൾ അവിടെ റെക്കോർഡ് ചെയ്ത് വെക്കുക. ആ മെഷീനറി നമ്മുടെ ബിസിനസ്സിലേക്ക് എത്തണമെങ്കിൽ അവിടെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഉണ്ടായിട്ടുണ്ടാവാം, അതുപോലെ ഇൻസ്റ്റോളേഷൻ കോസ്റ്റ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അങ്ങനെ പല കോസ്റ്റുകളും അവിടെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം.
അപ്പൊ ഇതെല്ലാം കൂട്ടിയിട്ട് വേണം നമ്മൾ അവിടെ എഴുതി വെക്കാനായിട്ട്. ഇതാണ് ഈ ഒരു കോൺസെപ്റ്റിൽ അവിടെ പറയുന്നത്. അടുത്താണ് ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. എന്തായിരിക്കാം ഇവിടെ പറയുന്നുണ്ടായിരിക്കുക? അതായത് ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ, ഒരു ബിസിനസ്സിൽ ഉണ്ടാവുന്ന ട്രാൻസാക്ഷനിൽ രണ്ട് ആസ്പെക്റ്റുകൾ ഉണ്ടായിരിക്കും. ഒന്ന് ഗിവിംഗ് ആസ്പെക്ട് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റൊന്ന് റിസീവിംഗ് ആസ്പെക്ട് ആയിരിക്കാം. ഗിവിംഗ് എന്ന് പറഞ്ഞാൽ പോകുന്നത്, റിസീവിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്നത്. നമ്മൾ സാധാരണയായിട്ട് പറയാ ഡെബിറ്റ്, ക്രെഡിറ്റ് അങ്ങനെയൊക്കെയാണ് പറയാറുള്ളത്. ഇവിടെ ഗിവിംഗ് ആസ്പെക്ട് ഉണ്ടായിരിക്കും, റിസീവിംഗ് ആസ്പെക്ട് ഉണ്ടായിരിക്കും. ഒരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോ സാധനങ്ങൾ വിറ്റു, ബിസിനസ്സിൽ നിന്ന് സാധനങ്ങൾ സെയിൽ ചെയ്യാൻ ഉണ്ടായത്. അപ്പൊ എന്തുണ്ടാവുക? നമ്മുടെ ബിസിനസ്സിൽ ഉണ്ടായിരുന്ന സാധനം നമ്മൾ സെയിൽ ചെയ്ത് പോയി, അതൊരു ഗിവിംഗ് ആസ്പെക്ട് ആണ് അല്ലെ. ഇനി എന്തായിരിക്കും റിസീവിംഗ് ആസ്പെക്ട് എന്ന് പറയാനുണ്ടാവുക? ആ സാധനങ്ങൾ വിറ്റ് പോയപ്പോ ആ സാധനത്തിന് നമുക്ക് ക്യാഷ്, പൈസ ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ടായിരിക്കാം. അതാണ് റിസീവിംഗ് ആസ്പെക്ട് എന്ന് പറയുന്നത്. അടുത്തതാണ് റവന്യൂ റിയലൈസേഷൻ എന്ന് പറയുന്നത്. റവന്യൂ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സിലേക്ക് വരുന്ന ഇൻകത്തിനെയാണ് നമ്മൾ, ബിസിനസ് ആക്ടിവിറ്റീസിലൂടെ ബിസിനസ്സിലേക്ക് വരുന്ന ഇൻകത്തിനെയാണ് നമ്മൾ റവന്യൂ എന്ന് പറയുന്നത്. അപ്പൊ എന്തായിരിക്കാം റവന്യൂ റിയലൈസേഷനിൽ പറയുന്നുണ്ടാവുക? അതൊരു എക്സാമ്പിൾ വഴി നമുക്ക് പറയാം. അതായത് എന്റെ ബിസിനസ്സിൽ നിന്നും ആരെങ്കിലും എന്തെങ്കിലും സാധനം വാങ്ങിക്കൊണ്ട് പോയി, എന്റെ ബിസിനസ്സിൽ നിന്നും എന്തെങ്കിലും ഗുഡ്സ് ഒരാൾ വാങ്ങിക്കൊണ്ട് പോയി. കടത്തിനാണ് വാങ്ങിക്കൊണ്ട് പോയെന്നുണ്ടെങ്കിൽ പൈസ കിട്ടില്ലല്ലോ. കടത്തിന് വാങ്ങിക്കൊണ്ട് പോകുമ്പോൾ അവിടെ പൈസ നമുക്ക് കിട്ടണില്ല എന്ന് കരുതി റെക്കോർഡ് ചെയ്യാണ്ടിരിക്കാൻ പാടും. കടത്തിനായാലും ക്യാഷിനായാലും ഒരു സാധനം ബിസിനസ്സിൽ നിന്നും വിറ്റ് പോയിട്ടുണ്ടെങ്കിൽ അത് അപ്പൊ തന്നെ അവിടെ റെക്കോർഡ് ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ പൈസ പിന്നെ കിട്ടും, ആ കിട്ടുന്ന സമയത്ത് അത് റെക്കോർഡ് ചെയ്ത് വെക്കാന്ന് പറയാനായിട്ട് പാടില്ല. അതായത് എന്തെങ്കിലും സാധനം ബിസിനസ്സിൽ നിന്നും ക്യാഷ് ആയിട്ടായാലും ക്രെഡിറ്റിനായാലും വിറ്റ് പോയിട്ടുണ്ടെങ്കിൽ അത് അപ്പൊ തന്നെ അവിടെ റെക്കോർഡ് ചെയ്ത് വെക്കണം എന്നാണ് ഈ ഒരു കൺസെപ്റ്റിൽ പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. റവന്യൂ റിയലൈസേഷൻ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിലുള്ള ട്രാൻസാക്ഷൻസിനെ അപ്പൊ തന്നെ റെക്കോർഡ് ചെയ്ത് വെക്കണം. ഒന്നും പിന്നേക്ക് എടുത്ത് വെക്കാനായിട്ട് പാടില്ല. പൈസ എപ്പോ കിട്ടണോ അപ്പൊ റെക്കോർഡ് ചെയ്ത് വെക്കാന്ന് വിചാരിക്കാനായിട്ട് പാടില്ല. എല്ലാതും അപ്പൊ തന്നെ റെക്കോർഡ് ചെയ്ത് വെക്കണം. ഇനി അടുത്തതാണ് മാച്ചിങ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. മാച്ചിങ് കോൺസെപ്റ്റിൽ വരുന്ന രണ്ടാൾക്കാരാണ് ഇൻകം ആൻഡ് എക്സ്പെൻസ്. അതായത് ഒരു ബിസിനസ്സിൽ ഉണ്ടാകുന്ന ഇൻകത്തിനെയും എക്സ്പെൻസിനെയും നമ്മൾ മാച്ച് ചെയ്ത് നോക്കണം. അതിനുശേഷം അവിടെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ഉണ്ടായെന്ന് കണ്ടുപിടിക്കണം. ഇതാണ് ഈ ഒരു കോൺസെപ്റ്റിൽ പറയുന്നത്. മാച്ചിങ് കോൺസെപ്റ്റിൽ എന്താ പറയണേ? ഒരു ബിസിനസ്സിൽ ഉണ്ടാകുന്ന ഇൻകത്തെയും എക്സ്പെൻസിനെയും തമ്മിൽ മാച്ച് ചെയ്ത് നോക്കണം. അതിനുശേഷം അവിടെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ഉണ്ടായെന്നുള്ള കാര്യം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. ഇനി അടുത്ത കോൺസെപ്റ്റ് ആണ് ഫുൾ ഡിസ്ക്ലോഷർ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. എന്തായിരിക്കാം ഡിസ്ക്ലോഷർ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം? എല്ലാതും വെളിപ്പെടുത്തുക അല്ലെ. അപ്പൊ ഫുൾ ഡിസ്ക്ലോഷർ കോൺസെപ്റ്റിൽ ഇത്രയേ പറയുന്നുള്ളൂ. ഒരു ബിസിനസ്സിൽ ഉണ്ടാകുന്ന എല്ലാ ട്രാൻസാക്ഷൻസും അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൽ ഉണ്ടാകുന്ന എല്ലാ ഇൻഫോർമേഷൻസും നമ്മൾ വെളിപ്പെടുത്തണം. ആരുമായിട്ട് വെളിപ്പെടുത്തണം? ഒരു ബിസിനസ്സിലെ ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് ഉണ്ടായിരിക്കും. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചു അല്ലെ. ഇൻവെസ്റ്റേഴ്സ്, എംപ്ലോയീസ്, മാനേജ്മെന്റ്, കസ്റ്റമേഴ്സ്, സപ്ലയേഴ്സ്, ഇതൊക്കെ ബിസിനസ്സിലെ ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് ആണ്. അപ്പോ ഒരു ബിസിനസ്സിൽ ഉണ്ടാകുന്ന എല്ലാ ഇൻഫോർമേഷൻസും നമ്മൾ ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് ആയിട്ട് നമ്മൾ പങ്കുവെക്കണം, അല്ലെങ്കിൽ അവർക്ക് അത് ഡിസ്ക്ലോസ് ചെയ്ത് കൊടുക്കണം എന്നാണ് ഈ ഒരു കൺസെപ്റ്റിന് പറയുന്നത്. അടുത്ത കോൺസെപ്റ്റ് ആണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. എന്തായിരിക്കാം ഈ ഒരു കോൺസെപ്റ്റിൽ പറയാനുണ്ടാവുക? ഒരു ബിസിനസ്സിലെ ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻസ്, അതായത് എല്ലാ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്ത് വെച്ചതിന് ശേഷം അവസാനം നമുക്ക് കിട്ടുന്ന ഒരു റിസൾട്ടിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ എന്ന് പറയാം അല്ലെ. അപ്പോ ഒരു ബിസിനസ്സിൽ ഉണ്ടാകുന്ന ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻസ് മറ്റുള്ള ബിസിനസ്സിലെ ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻസുമായിട്ടും കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കണം. അതായത് ഒരു ബിസിനസ്സിലെ കാര്യങ്ങളെ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിലെ ഇൻഫോർമേഷൻസിനെ മറ്റുള്ള ബിസിനസ്സിലെ ഇൻഫോർമേഷൻസുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ അല്ലെങ്കിൽ താരതമ്യം ചെയ്യാനായിട്ട് സാധിക്കണം. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം അക്കൗണ്ടുകൾ? എല്ലാ ബിസിനസ് ഓർഗനൈസേഷൻസും ഒരേ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ ഒരേ തിയറീസ് ഉപയോഗിച്ചിട്ടായിരിക്കണം അത് പ്രിപ്പയർ ചെയ്യാം. എന്നാൽ മാത്രമല്ലേ നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റിൽ ഇത്രേ പറയാനുള്ളൂ. എല്ലാ ബിസിനസ് ഓർഗനൈസേഷൻസും സെയിം പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ചിട്ട് വേണം അവരുടെ എല്ലാ അക്കൗണ്ടുകളും പ്രിപ്പയർ ചെയ്യാനായിട്ട്. എന്നാൽ മാത്രമേ അത് കമ്പയർ ചെയ്യാനായിട്ട് നമുക്ക് എളുപ്പമായിരിക്കുള്ളൂ. അടുത്ത കോൺസെപ്റ്റ് ആണ് കൺസർവേറ്റിസം എന്ന് പറയുന്നത്. ഈ ഒരു കോൺസെപ്റ്റിൽ പറയുന്ന രണ്ട് കാര്യങ്ങളാണ് ആന്റിസിപ്പേറ്റഡ് പ്രോഫിറ്റും ആന്റിസിപ്പേറ്റഡ് ലോസും. അതായത് ആന്റിസിപ്പേറ്റഡ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വരാൻ പോകുന്ന വർഷങ്ങളിൽ ഉണ്ടാകുന്ന പ്രോഫിറ്റ്. ആന്റിസിപ്പേറ്റഡ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വരാൻ പോകുന്ന വർഷങ്ങളിൽ ഉണ്ടാകുന്ന ലോസിനെയാണ് ആന്റിസിപ്പേറ്റഡ് ലോസ് എന്ന് പറയുന്നത്. നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ആന്റിസിപ്പേറ്റഡ് ലോസിനെ നമുക്ക് കാണിക്കാൻ പറ്റും, പക്ഷെ ആന്റിസിപ്പേറ്റഡ് പ്രോഫിറ്റിനെ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കാനായിട്ട് പാടില്ല. അപ്പൊ എന്താ ഈ ഒരു കോൺസെപ്റ്റിൽ പറയണേ?
ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ആന്റിസിപ്പേറ്റഡ് പ്രോഫിറ്റിനെ റെക്കോർഡ് ചെയ്ത് വെക്കാനായിട്ട് പാടില്ല, ആന്റിസിപ്പേറ്റഡ് ലോസിനെ റെക്കോർഡ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. അതായത് വരാൻ പോകുന്ന വർഷങ്ങളിലെ പ്രോഫിറ്റിനെ റെക്കോർഡ് ചെയ്യാനായിട്ട് പാടില്ല, ലോസിനെ റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഈ ഒരു കോൺസെപ്റ്റിൽ പറയുന്നത്. അടുത്താണ് മെറ്റീരിയാലിറ്റി എന്ന് പറയുന്നത്. ഈ ഒരു കോൺസെപ്റ്റിൽ പറയുന്നത് ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ കാര്യങ്ങളെ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കാനായിട്ട് പാടില്ല. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ എന്തെങ്കിലും സ്റ്റേഷനറി പർച്ചേസ് ചെയ്യാണ്. അപ്പോ സ്റ്റേഷനറി പർച്ചേസ് ചെയ്തപ്പോ അവിടെ ഉണ്ടായത് 15 രൂപ 50 പൈസയാണ് അവിടെ പേ ചെയ്യേണ്ടി വന്ന എമൗണ്ട് എന്ന് പറയുന്നത്. അതായത് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ എന്തെങ്കിലും സ്റ്റേഷനറി വാങ്ങുന്ന സമയത്ത് 15 രൂപ 50 പൈസയാണ് നമുക്ക് അവിടെ പേയ്മെന്റ് ചെയ്യേണ്ടി വന്നത്. ആ സമയത്ത് ആ 15 രൂപേനെ നമുക്ക് അവിടെ റെക്കോർഡ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. പക്ഷെ 50 പൈസേനെ അവിടെ റെക്കോർഡ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം ചെറിയൊരു എമൗണ്ട് ആണ്. അതുകൊണ്ട് 50 പൈസേനെ അവിടെ റെക്കോർഡ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. ഇതാണ് ഈ ഒരു കോൺസെപ്റ്റില് മെയിൻ ആയിട്ട് പറയുന്നത്. ലാസ്റ്റ് കോൺസെപ്റ്റ് ആണ് ഒബ്ജക്റ്റിവിറ്റി എന്ന് പറയുന്നത്. എന്തായിരിക്കാം ഒബ്ജക്റ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ എന്തെങ്കിലും കാര്യങ്ങള് അല്ലെങ്കിൽ എന്തെങ്കിലും ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ട്രാൻസാക്ഷന് കൃത്യമായ എവിഡൻസ് അല്ലെങ്കിൽ കൃത്യമായ തെളിവുണ്ടായിരിക്കണം. എന്തെങ്കിലും ട്രാൻസാക്ഷൻസ് തോന്നിയ പോലെ റെക്കോർഡ് ചെയ്ത് വെച്ചാൽ പോരാ. ഏതൊരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിലും അതിന് കൃത്യമായ തെളിവുണ്ടായിരിക്കണം, കൃത്യമായ എവിഡൻസ് ഉണ്ടായിരിക്കണം. ഇതാണ് ലാസ്റ്റ് വൺ ആയ ഒബ്ജക്റ്റിവിറ്റിയിൽ പറയുന്നത്.